ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഈ വീഡിയോയിൽ എനിക്കെൻ്റെ ലൈഫിനെ പറ്റി പറയാം. ലൈഫിൽ ഇപ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ വിചാരിച്ചു, അങ്ങനെ ഒരു വീഡിയോ ആവാം കേട്ടോ അത്. അപ്പോൾ ലോങ് ആക്കണില്ല, എന്നാൽ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഞാൻ എന്നെ പറ്റി. അപ്പോൾ ഇപ്പം ഞാൻ 6 months 6.5 മാസം ആയിട്ട് പ്രഗ്നൻ്റ് ആണ്. ഇനിയിപ്പോൾ ഫെബ്രുവരി 8-ാം തീയതി തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ 7-ാം മാസം കുട്ടി കൊണ്ടുവരാമെന്ന് പറയും, അങ്ങനെ കൊണ്ടുവരും. പിന്നെ എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ഏപ്രിലാണ്. അതിന് തൊട്ട് മുമ്പുള്ള കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ മാരേജ് ഏപ്രിൽ 7-നായിരുന്നു. അത് കഴിഞ്ഞ് കുന്നംകുളമാണ് കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോയിട്ടുള്ള സ്ഥലം. പിന്നെ എൻ്റെ വീട് വരുന്നത് മരോട്ടിച്ചാലാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. പിന്നെ എനിക്കൊരു ജോബ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി അറിഞ്ഞപ്പോൾ പിന്നെ ഫസ്റ്റ് 3 months ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്റർ ഭയങ്കര എന്താ പറയുക, 42 കിലോയോളം വെയിറ്റ് കുറഞ്ഞായിരുന്നു. അപ്പോൾ അറിയാലോ, ഇപ്പോൾ 51, 52 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വെയിറ്റ് നല്ലോണം കുറഞ്ഞായിരുന്നു, 42 ആയിരുന്നു. പിന്നെ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് PCOD ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് അത് ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞായിരുന്നു. നമ്മുടെ ടീനേജ് പ്രായത്തിൽ നമ്മൾ ഫസ്റ്റ് മെൻസ് ആയതിനു ശേഷം എനിക്ക് കറക്റ്റ് അല്ലായിരുന്നു, ഇറഗുലർ ആയിരുന്നു പീരീഡ്സ്. അത് കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ ബിസി ഒക്കെ ആയി. ഞാൻ ഡിഗ്രി പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്തത്, അതിൻ്റെ ഒപ്പം തന്നെ സൈഡായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനൊന്നും ചിന്തിക്കാനൊന്നും ടൈമില്ല. വീട്ടിലും ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നമായിരുന്നു. അമ്മയും ചേച്ചിയാണ് എനിക്കുള്ളത്. അപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ഡിഗ്രി കംപ്ലീറ്റ് അല്ല, സപ്ലി ഉണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു. എന്താ പറയുക, അങ്ങനെ ബിസി ലൈഫ് ആകുമ്പോൾ നമ്മൾ അത് ഓർത്തിട്ടൊന്നും ബോധേഡായില്ല. അത് കഴിഞ്ഞിട്ട് മാരേജ് കഴിഞ്ഞു. അപ്പോഴാണ് അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഡൗട്ടില്ല, ടെൻഷനൊക്കെ പറയും. പക്ഷേ ഇങ്ങനെയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ന്യൂസ് കേൾക്കാൻ തുടങ്ങി. PCOD കുട്ടികൾ ഉണ്ടാവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ഇറഗുലർ കറക്റ്റ് അല്ല, ഇറഗുലർ ആണല്ലോ. അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കണ്ടു, കുന്നംകുളത്ത് തന്നെ ഫേമസ് ആയിട്ട് ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് ഒരു 45 കിലോ, തടിയൊന്നും അധികം ആൾക്കാർ കണ്ടാൽ തടി ഉണ്ടെന്ന് അറിയില്ല എനിക്ക്, നോർമൽ ഒരു മനുഷ്യൻ്റെ അത്ര തടി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തടി കുറയ്ക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഞാൻ ഡോക്ടർ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എനിക്ക് ആകെ ഭയങ്കര വിഷമമായിട്ടോ, ഈ തടി ഇല്ലാത്ത എന്നോട് തടി കുറയ്ക്കാൻ പറഞ്ഞു. പിന്നെ നടക്കാനൊക്കെ അപ്പോഴെനിക്ക് ജോലി ഉണ്ടായിരുന്നു കുന്നംകുളത്ത് നിന്ന്. ഞാൻ തൃശ്ശൂർ ആണ് എൻ്റെ ഓഫീസ് വരുന്നത്. അവിടേക്ക് ഞാൻ ബസ് കയറി 2-3 ബസ് വരണമായിരുന്നു അവിടുന്ന് ജോലി സ്ഥലത്തേക്ക് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ഓട്ടപ്പാച്ചിൻ്റെ ഇടയിൽ ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല, ചായ എന്തെങ്കിലും കട്ട ചായ കുടിച്ചിട്ട് വേഗം ഓടിയിട്ട് അങ്ങനെയൊക്കെ രാവിലെ 7-7:30 ഇറങ്ങണം, 7:15 ഇറങ്ങണം. അപ്പോൾ അങ്ങനെ തല്ലി പഠിച്ച് വരുമ്പോഴും തടി എന്ന് പറയുന്ന സംഭവം എനിക്ക് ഉണ്ടായില്ല. തടി ആവറേജ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഓവർ തടി എന്നൊക്കെ പറഞ്ഞിട്ട് തടി കുറയ്ക്കാനും പാകത്തിനുള്ള തടിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ എന്താവും. അപ്പോൾ അതൊന്നും ഞാൻ മൈൻഡാക്കില്ല, സാരില്ല, എന്തെങ്കിലുമൊക്കെ ശരിയാവും അങ്ങനെയൊക്കെ. പിന്നെ പെട്ടെന്ന് നമുക്ക് ഒരു ഫാമിലി ഫോം ആക്കണമെന്നൊന്നും നമുക്ക് ചിന്തയുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു 6 ആഴ്ചത്തോളം കുട്ടിക്ക് പ്രായമായിട്ടാണ് നമ്മൾ അറിയുന്നത് പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ ഇങ്ങനെ വയ്യായും അതുപോലെ ഞാൻ ഗൂഗിളിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു സിംറ്റംസ് എന്താണെന്ന്. അതൊക്കെ നോക്കുമ്പോഴും എനിക്ക് മാച്ചിങ് ആയിട്ട് കുറേ സിംറ്റംസ് വന്നപ്പോഴും എനിക്കിങ്ങനെ എന്നാലും നമ്മൾ 100% ഇതായിരുന്നില്ല. അപ്പം അങ്ങനെ ഡിലേ ആയി പീരീഡ്സ്. സാധാരണ കല്യാണം കഴിഞ്ഞപ്പോൾ സത്യം പറയാം ഒരു മാസം 1.5 മാസം അധികം എനിക്ക് പീരീഡ്സ് ഡിലേ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് മുൻപത്തെ 3 മാസത്തേക്കാളും കൂടുതലായിട്ട് ഇങ്ങനെ നീങ്ങിപ്പോയപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായി, എൻ്റെ യൂട്രസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനൊക്കെ ഫോൺ ചെയ്ത്, എന്താ സ്കാൻ ചെയ്യാൻ ഡോക്ടർക്ക് പറഞ്ഞിട്ടില്ലേ, മുൻപ് കാണിച്ച ഡോക്ടർക്ക് പറഞ്ഞിട്ടില്ലേ, സ്കാൻ ഒന്ന് ചെയ്ത് നോക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാനൊക്കെ വിചാരിച്ചിരിക്കാമെന്ന് ഞാൻ, വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ പെട്ടെന്നല്ല, ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് ടെസ്റ്റ് കിറ്റ് വാങ്ങിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഡോക്ടർ കണ്ടപ്പോൾ സ്കാനിങ്ങിന്. അപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടറും ചോദിച്ചു റെഗുലർ ആണെങ്കിലും ചോദിച്ചു. അപ്പോൾ അതിന് പറഞ്ഞു. ഇത് നമ്മൾ അന്ന് തന്നെ വൈകിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് കുന്നംകുളത്ത് നിന്ന് ഞാൻ ജോലി സ്ഥലത്തേക്ക് വരുമ്പോൾ 3 ബസ് കയറണം, റിസ്ക്കാണ്, തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സീറ്റൊന്നും ഉണ്ടാവണമെന്നില്ല കുന്നംകുളത്ത് നിന്ന് കയറുന്ന ബസ്സിൽ, അല്ലെങ്കിൽ അതുപോലെ തൃശ്ശൂരിൽ നിന്ന് കയറുന്ന ബസ്സിന്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് സേഫ് എന്ന് തോന്നി. ഡോക്ടർ പറഞ്ഞു വൈഫിൻ്റെ വീട്ടിൽ നിന്നോട്ടെ, അവിടെ നിന്ന് 3 മണിക്കൂറുള്ളൂ എൻ്റെ ഓഫീസിലേക്ക്. അപ്പം ഞങ്ങളിപ്പോൾ അന്ന് തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ പോന്നു കഴിഞ്ഞൊരു 2 ദിവസം ഞാൻ ജോലിക്ക് പോയി. 2ാമത്തെ ദിവസം അപ്പോഴേക്കും എനിക്ക് വോമിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, പറ്റണ്ടായില്ല. ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് അന്ന് ഒരു മഴ ദിവസം കൂടിയായിരുന്നു, ജൂലൈ സമയമായിരുന്നു.
ജൂലൈ അല്ല സോറി ആഗസ്റ്റ് മഴയൊക്കെയുള്ള ടൈമായിരുന്നു. അപ്പോൾ മഴ വന്നപ്പോൾ ബസ്സിൽ ഷട്ടറൊക്കെ അടച്ചു. ഞാനെങ്കിൽ ഡ്രൈവർ തൊട്ട് ബാക്കിൽ സീറ്റിലാണ്, എനിക്ക് കറക്റ്റ് സീറ്റ്, ഞാൻ അവിടെയാണ് ഇരിക്കാറ്. അപ്പോൾ ഫുൾ നമുക്ക് ഫ്രണ്ടിലും ഒരു ബ്ലോക്കിങ്, സൈഡിലൊരു ബ്ലോക്കിങ്, അപ്പുറത്ത് നിറച്ച് രാവിലെ ഒരു 8:10 ബസ്സിന് പോകണേ. ആ ബസ്സിലൊക്കെ നിറച്ച് ചേച്ചിമാരും അതുപോലെ കുട്ടികളും ഒക്കെയാണ്. ഫുള്ള് ബാഗിൻ്റെ സ്മെല്ല്, പെർഫ്യൂമിൻ്റെ സ്മെല്ല്. പിന്നെ എനിക്കും ആകെ സഫോക്കേഷനായി. അപ്പം എനിക്ക് ഛർദ്ദിക്കാനായിട്ട് വന്നു, വോമിറ്റ് ചെയ്യാൻ തോന്നി. ഞാൻ എന്ത് ചെയ്യും, എത്താറും ആയിട്ടില്ല. എന്നിട്ട് ഞാൻ വേഗം, എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും, എൻ്റെ വായിൽ നിന്ന് പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വേഗം അവർ കണ്ടക്ടറൊക്കെ എടുത്ത് തല്ലിക്കൂടി. ഇപ്പം തന്നെ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് അപ്പം ഇറങ്ങിക്കൂടെ, അവർക്കറിയില്ല എൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ വേഗം തല്ലി പഠിച്ചത് ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഫ്രഷ് എയറൊക്കെ കിട്ടി. ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്കാണ്. അപ്പോൾ കുറച്ച് ഗ്യാസ് ഞാൻ നെഞ്ചത്തൊക്കെ തടവി, ഗ്യാസൊക്കെ കുറച്ച് കളഞ്ഞപ്പോൾ സമാധാനം അങ്ങനെ. അപ്പോൾ എനിക്ക് ആ ഒരു വിഷമം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. എന്തോ എനിക്ക് സങ്കടം പോലെ അത് വരുന്നത്, പേടിയും കഴിയുന്നതല്ല, പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വരും, മാനസികമായിട്ട് ഭയങ്കര വിഷമം വരും ഛർദ്ദിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ആരെങ്കിലും മേത്തേക്കൊക്കെ ഛർദ്ദിച്ചാലോ എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഭയങ്കര പേടി സ്വപ്നം പോലെ അതൊരു നൈറ്റ്മെയറായി. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടാണ് പോകുന്നത്. ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ഇങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ വരാൻ പറ്റില്ലല്ലോ, ഞാനിങ്ങനെ ഛർദ്ദിക്കുമല്ലോ, ഞാൻ അവിടെ പോയാലും ഞാൻ ഛർദ്ദിക്കുമല്ലോ. അന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഛർദ്ദി തുടങ്ങിയ ദിവസം. അതിന് മുന്നേ ഇങ്ങനെ കനം പോലെ വായിൽ ഉമിനീരൊക്കെ വരുമെങ്കിലും ഛർദ്ദിയായി ഒരു പേടിയായിട്ടുള്ളത് അന്നായിരുന്നു. ഞാൻ ഒന്ന് ഓഫീസിൽ പോയി. അന്നായിരുന്നു ഞാൻ ലാസ്റ്റായിട്ട് ഓഫീസിലേക്ക് പോയ ദിവസം. അതിന് ശേഷം ഞാൻ പോയിട്ടില്ല. വീട്ടിൽ വന്നപ്പോൾ എന്താ പറയുക, ശരിയാണ് ആലോചിച്ച് നോക്കിയപ്പോൾ വർക്കറ്റൊന്നും എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ ശരീരം ഫിസിക്കലി ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അതിന് മുൻപേ എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ക്ഷീണിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. ഒരു വലിയ പനി എനിക്ക് വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച ഞാൻ ലീവായിരുന്നു. അപ്പോൾ ഇതും കൂടി വന്നപ്പോൾ പൊതുവെ എനിക്ക് പ്രതിരോധ ശേഷി കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇതും കൂടി വന്നപ്പോൾ ഫുള്ളി ഞാൻ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ക്ഷീണം കൂടി വരികയായിരുന്നു, ഛർദി. അപ്പോൾ ഞാൻ റിസൈൻ ഇട്ടു, മെയിൽ അയച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസിൽ നിന്ന് തുരുതുരേ ഓരോരുത്തരും വിളിക്കാനും മെസ്സേജും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മൾ എല്ലാവർക്കും പ്രഗ്നൻസി ഒരുപോലെ ആവണമെന്നില്ല അല്ലേ, അറിയാം. എന്താ പറയുക, വലിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രഗ്നൻസി ഒരുപോലെ ആവണമെന്നില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ട്രൈമസ്റ്റർ നമ്മൾ മനസ്സിലാക്കാനും എല്ലാവർക്കും കാണുമ്പോഴും ഒരിതാ. പക്ഷേ ആ ഒരു നമ്മുടെ എന്താ പറയുക, ആ ഒരു ഇതിലേക്ക് കടന്നു പോകുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മൾ ഫുള്ളി മാറുന്നൊരു ടൈമാണ് പ്രഗ്നൻ്റ് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളി ലൈഫ് അങ്ങോട്ട് ചേഞ്ചിങ്ങാണ്. എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല ഓരോ മാറ്റങ്ങൾ എന്താ പറയുക വന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ശരീരം പെട്ടെന്നൊരു ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മൾ ആരോട് പറഞ്ഞാലും അവർക്ക് അതുപോലെ മനസ്സിലാവില്ല. നടുവേദന, കുറേ കാര്യങ്ങൾ, ഛർദ്ദിക്കുക എപ്പോഴും. അതുപോലെ ഭക്ഷണത്തിനോട് ഭക്ഷണം വെറുക്കുക. അയ്യോ, എനിക്ക് സത്യം പറയാം, മീൻകറി കഴിച്ചാലും ഒന്നും കഴിച്ചാലും എൻ്റെ വായിൽ പുളി രസം അല്ലെങ്കിൽ സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ കയ്പുള്ള എന്തോ ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ഭക്ഷണത്തിനോട് എനിക്കന്ന് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നോട് ചോദിക്കുമ്പോൾ എന്താ ക്രേവിങ്സ് എന്താ തോന്നുന്നത്, മാങ്ങ കഴിക്കാൻ തോന്നുന്നുണ്ടോ, അത് കഴിക്കാൻ തോന്നുന്നുണ്ടോ, എനിക്കൊന്നും തോന്നില്ല, ഒന്നും എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അപ്പം അന്നൊക്കെ വിഷമം പറഞ്ഞത് എനിക്കിങ്ങനെ തോന്നാത്തേന്ന്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കും, അങ്ങനെ തോന്നലുകളൊന്നും ഇല്ല. എന്നാലും എന്ത് കിട്ടിയാലും കഴിക്കും, നോ പറയില്ല ഫുഡിനോട്. അങ്ങനെ അപ്പോൾ ഓഫീസിനൊക്കെ ചറപറാന്ന് വിളിക്കാൻ തുടങ്ങി. അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടാവോ, എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാലോ പിന്നെ എന്താ, അങ്ങനെ കുറേ മാനസികമായിട്ട് എനിക്ക് ആ സമയത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അവരായിട്ട് ഫുള്ള് കോൺടാക്ട് വിട്ടു. ഫുള്ളല്ല, എന്നറിയുന്ന കുറച്ച് പേരുണ്ട്, അവരായിട്ട് മെസ്സേജ് അയക്കും, അവരിങ്ങോട്ട് അയക്കും, അവരായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. അല്ലാതെ ഈഗോ വെച്ചിരിക്കുന്നവരാണ് ഞാൻ ഇരിക്കട്ടെ, എനിക്കും ഈഗോ ആണെന്ന് വിചാരിച്ചോട്ടെ, കുഴപ്പമില്ല. എന്തായാലും അവർ എന്നെപ്പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. സ്വാഭാവികം, ലേഡീസ് അല്ലേ, അങ്ങനെയൊക്കെ പറയും. സ്ത്രീ ആണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുണ്ട്. അപ്പോൾ പറയുന്നവർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ലൈഫാണ് വലുത്, അല്ല എല്ലാവർക്കും അവരുടെ ലൈഫാണ് വലുത്, അവർ പ്രത്യേകിച്ച് പ്രഗ്നൻസി. അപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ നോക്കേണ്ടത്, എന്നെ ചുറ്റിപ്പറ്റി കുടുംബങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കാരണം എന്താ പറയുക, അപ്പോൾ ഞാൻ ഡെയിലി ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും എൻ്റെ തലയിലാണ് പ്രശ്നം വരിക. ഞാൻ ശ്രദ്ധിക്കാണ്ട് തന്നെയാണ് അത് ആ ടൈമിൽ ശ്രദ്ധിക്കണം. ആദ്യത്തെ 3 മാസം നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റിലേക്ക് പോയി. അപ്പോൾ ആ ഒരു ടൈമാണ് സത്യം പറഞ്ഞാൽ ലൈഫിൽ എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ കൊറോണ ടൈമിൽ വീട്ടിൽ ഞാനിപ്പോൾ സത്യം പറയാം ആസ്വദിക്കുന്നുണ്ട്, വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്. അങ്ങനെ നല്ല രസമായിട്ടോ, എനിക്ക് വേണ്ടി വീട്ടിലേക്ക് നല്ല രസം. പിന്നെ എന്താ, ബോറടിക്കുന്നുള്ളൂ, പുറത്തിറങ്ങാൻ പറ്റില്ല, ക്വാറന്റൈൻ പോലെയാണ്, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് കുറച്ച് പ്രശ്നമാണ്. പക്ഷേ നല്ല രസമാണ്. പിന്നെ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ തല പോയും. ഗോൾഡിൻ്റെ ഒക്കെ റേറ്റ് എന്തൂരം. അപ്പോൾ ജ്വല്ലറിയിലേക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റില്ല, അതിന് അത്രയ്ക്ക് പൊള്ളണ വിലയാണ്. അറിയില്ല എന്താവുന്നില്ല, ദൈവത്തിൻ്റെ കയ്യിൽ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ ലൈഫ് വരുന്നത് അല്ലേ. എന്തോരം ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമില്ല, അതുപോലെ നടക്കണമെന്നൊന്നുമില്ല, എല്ലാം ദൈവം നടത്തുന്ന പോലെയാണ്. പിന്നെ അപ്പോൾ ഇവിടെ വരെ പ്രഗ്നൻസി കാര്യങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്, 2 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്.
അല്ല 4 ദിവസമായിട്ട് വന്നിട്ട് സ്കാനിങ്ങിനും കാര്യങ്ങളും. അപ്പോൾ ഏട്ടന് പണിയുണ്ട്, അപ്പോൾ ലീവ് എടുക്കാനൊന്നും പറ്റില്ല. തിരക്ക് പിടിച്ച പണിയാണ് ഓരോ വീടിൻ്റെ. അപ്പോൾ തിരക്ക് പിടിച്ച പണിയാണ്, അപ്പോൾ ലീവ് എടുക്കാനും കാര്യങ്ങൾക്ക് പറ്റില്ല. അപ്പം ഞാനിവിടെ നിൽക്കുക, എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ടടുത്താണല്ലോ. ഞാൻ എന്തെങ്കിലും ഇവിടെയാണല്ലോ ആ ടൈമിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ് കാണിച്ചിരിക്കുന്നത്. ഡോക്ടറെയും ഇവിടെ നിന്ന് പോകാനാണ് എളുപ്പം, അവിടെ നിന്ന് വരുന്നതിനേക്കാളും എളുപ്പം ഇവിടെ നിന്നാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അവിടെ നിൽക്കുന്നു. ഇനി 8-ആം തീയതി 7-ാം മാസത്തിൻ്റെ ചടങ്ങ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോരും. പിന്നെ ഏപ്രിലാണ് ഡ്യൂ ഡേറ്റ്. അതുവരെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, വീട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് യൂട്യൂബിൽ ആക്റ്റീവ് ആവുന്നത്. വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അമ്മ ഇപ്പോൾ ജോലിക്ക് പോയിരിക്കുകയാണ്. അമ്മ ഇപ്പോൾ മാർച്ചിലൊക്കെ ലീവ് എടുക്കുന്നു. എൻ്റെ കൂടെ ഇരിക്കണമല്ലോ. 8-ാം മാസം 7-ാം മാസമൊക്കെ ആകുമ്പോൾ ഏത് സമയത്തും നമ്മൾ അലർട്ടായിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ സെക്കൻഡ് ട്രൈമസ്റ്ററിലും എനിക്ക് കുഴപ്പങ്ങൾ മീൻസ് ഛർദി കാര്യങ്ങളൊന്നുമില്ല, ഷുഗർ പ്രഷർ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ തേർഡ് ട്രൈമസ്റ്ററിലേക്ക് സ്റ്റെപ്പ് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിലാണ് കുറച്ചും കൂടി എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ട്രൈമസ്റ്റർ എന്നാണ് ഞാൻ കേൾക്കുന്നതും ഓരോരുത്തർ പറയുന്നതും. വയറ് വലുതാവും, അതുപോലെ കാലുവേദന, കൈവേദന, നടുവേദന, തലവേദന കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇതുവരെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ബേബി ഉള്ളിലുള്ള എൻ്റെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ പ്രഗ്നൻ്റ് ആയതിൻ്റെ കാര്യങ്ങൾ, അല്ലാതെ അതായത് ആ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് എഴുന്നേക്കാനും കാര്യം, അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുഴപ്പമില്ലാണ്ട് പോകണോ. ദൈവത്തിനോട് നന്ദി പറയുന്നു പ്രശ്നങ്ങളൊന്നും തരാതിരിക്കുന്നതിന്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ബൈ.